നമസ്കാരം ആർപിയും. ഇലക്ഷൻ അടുത്തപ്പോൾ ഇടതുപക്ഷത്തിനും ജിഹാദികൾക്കും ഹിന്ദു വിരുദ്ധതയുടെ കാര്യത്തിൽ ഒറ്റ ഭാഷയാണ്. അത് കോമരത്തിൻ്റെ കാര്യത്തിലായിരുന്നു. പെൺകുട്ടി കോമരം തുള്ളാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനാചാരമായി, അത് ഒരു പുരോഗമനത്തിന് തടസ്സമായി മാറുന്നു. ഇനി അഹോരികൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കണ്ട് ഭയപ്പെടുന്നു. ഇനി മറ്റേതെങ്കിലും മതത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമില്ല. മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ പോകുന്നതിന് അവർക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നമില്ല. ഇനി ആറ്റുകാൽ പൊങ്കാലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്ന് തൊഴാൻ മടി, മൈൻഡ് ആക്കാതെ നിൽക്കുന്നു. ഇതെന്താണ് ഈ ഹിന്ദുക്കളോട് മാത്രം ഈ ഇടതുപക്ഷത്തിനും ജിഹാദികൾക്കും ഒക്കെ ഇത്രയധികം? ജിഹാദികൾക്ക് നമുക്ക് അതിനൊന്ന് മാറ്റി നിർത്താം. ഈ ഇടതുപക്ഷത്തിന് എന്താണ് ഇത്രയ്ക്ക്? ഇല്ല, ജിഹാദികളും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ, ഹിന്ദു വിരുദ്ധതയുടെ കാര്യത്തിൽ ഇവരെല്ലാവരും സെയിം പേജിലാണ്, ഒരേ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പഴകി ദ്രവിച്ച കാര്യങ്ങളാണ്. ഇവരൊക്കെ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ജനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ടെന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 48% ഹിന്ദുക്കൾ ഏറ്റവും പരിപാവനമായി കരുതുന്ന ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരു ഹിന്ദു MLA ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വലിയ മതവിഷയമാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? ജാതിയും ഉപജാതിയും മതവും ഇതെല്ലാം നോക്കി മാത്രം സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നവരാണ് മാധ്യമങ്ങൾ. ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾ, നിരവധി മാധ്യമങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഹിന്ദു വോട്ട് ഇത്ര ഈ മണ്ഡലത്തിൽ, മുസ്ലിം വോട്ട് ഇത്ര, ക്രിസ്ത്യൻ വോട്ട് ഇത്ര, ഇനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ കത്തോലിക്കർ ഇത്ര, ഓർത്തഡോക്സ് ഇത്ര, ഹിന്ദുക്കൾക്കിടയിൽ ഈഴവർ ഇത്ര, നായർ വോട്ട് ഇത്ര, ഇതൊക്കെ വളരെ കൃത്യമായി. അപ്പോൾ ഈ മനുഷ്യരെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പിന്നെ ജനാധിപത്യവും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനവും എന്തിനാണ്? ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല. പക്ഷേ കൃത്യമായി ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച കാണുകയായിരുന്നു. ആ ചർച്ചയിലും ഒരാളത് പറയുന്നുണ്ട്. മഞ്ചേശ്വരത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് ആ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മഞ്ചേശ്വരത്ത് ഇത്ര ഹിന്ദു വോട്ടുകളുണ്ട്, മറ്റിടത്ത് ഇത്ര ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് മഞ്ചേശ്വരത്ത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറുവശത്ത് ജനാധിപത്യമാണ്, മതേതരത്വമാണ് എന്ന് പറയും. സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമാണ്. ജാതി ഉപജാതി ഒക്കെ നോക്കി തന്നെയാണ് ജയസാധ്യത ആൾക്കാർ നിശ്ചയിക്കുന്നത്. ഈ ഇരട്ടത്താപ്പിനെതിരെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒരു അമ്പ് എയ്തപ്പോൾ എല്ലാം കടന്നൽക്കൂട്ട് ഇളകിയതുപോലെ എല്ലാവരും കൂടി അദ്ദേഹത്തെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ വരികയാണ്. പക്ഷേ ഇതൊരു വലിയ ഇരട്ടത്താപ്പാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. പിന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ അഘോരികളുടെ കാര്യം വളരെ വ്യക്തമായിട്ട് BJPയുടെ നേതാവ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അത് അഘോരികൾ എവിടുന്നോ വന്നവർ, അവർ UP നിന്ന് വന്നവർ, അവർ കന്യാകുമാരിക്ക് പോകുന്ന വഴി BJPയുടെ കൊടിയും ബഹളവും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി. അവർ 500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഡീസൽ അടിക്കാൻ മേടിച്ചുകൊണ്ടാണ് പോയതെന്നും കൂടി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. പക്ഷേ എന്നാലും അഘോരികൾ വരുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ ശിവൻകുട്ടി മാത്രമല്ല പറഞ്ഞു കേട്ടോ, ഞാൻ വേറൊരു മഹതിയുടെ ഒരു വലിയ ലേഖനം തന്നെ കണ്ടു. അതായത് കേരളം മാറുകയാണ്, കേരളം ഇങ്ങനെയൊക്കെ ആകാൻ പോവുകയാണ്, ഇവിടെ അഘോരികൾ ഇങ്ങനെ വരികയാണ്. ഹിന്ദുക്കൾക്കിടയിൽ നോർത്ത് ഇന്ത്യയിൽ തന്നെ അഘോരികൾ ഒരു വിഭാഗമാണ്. ആ വിഭാഗം വളരെ ചെറിയൊരു വിഭാഗമാണ്. അവർ കേരളത്തിൽ വരുന്നത് ഇവിടെ എന്തോ ഭയങ്കര സംഭവമാക്കി വലിയ അപകടമാണ് എന്ന് പറയുകയാണ്. ഇത് ഹിന്ദുക്കളോട് മാത്രം കാണിക്കുന്ന ഒരു വലിയ ഇരട്ടത്താപ്പും അല്ലെങ്കിൽ വളരെ നീചമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ വലിയ തോതിൽ ഇനി ഭാവിയിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഘടകമാകാൻ പോകുന്നത്. ഞാൻ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. തീർച്ചയായും ഇവിടെ നിന്നാണ് ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ 4 ഇടങ്ങളിലേക്ക് പോയിട്ടെന്ന് 4 മഠങ്ങൾ സ്ഥാപിച്ചത്. ആ ഭാഗങ്ങളിലൊക്കെ പരിവർത്തന വിധേയമായിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെ അനീതി നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ 4 ഇടങ്ങളിലേക്ക് പോയി 4 മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരാചാര്യൻ മലയാളിയാണ്. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും അവിടെയൊക്കെ പൂജ നടത്തുന്ന ആൾക്കാരും പല ഭാഗത്തുള്ളവരാണ്. സന്യാസിമാർക്ക് ഒരു ഭാഗത്തെ സന്യാസിമാർക്ക് അടുത്ത ഭാഗത്തുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി തൊഴാനുള്ള ഒരു അവകാശമില്ല. ഇത് വളരെ കൃത്യമായിട്ട് സന്യാസി, കാവി എന്നൊക്കെ പറഞ്ഞ കള്ളന്മാരാണ്. അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
സന്യാസിമാരാണ് ജാതി മത ഭേദമന്യേ ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്തിയതിലെ ഒരു വലിയ ഘടകം. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. ബംഗാൾ പോലെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഒരു വലിയ പങ്ക് വഹിച്ചത് സന്യാസിമാരാണ്, ഇല്ലേ? അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആനന്ദമഠം പോലെയുള്ള പുസ്തകങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വന്ദേമാതരം എഴുതിയ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സന്യാസിമാർ വലിയ തോതിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെയും സ്വാധീനിച്ച കഥയുണ്ട്. ശിവജി മുതലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെ വെറും ഒരു കോമാളി വേഷക്കാരാക്കുന്ന ഒരു കൃത്യമായ നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സൃഷ്ടിക്കപ്പെട്ട നരേറ്റീവിൻ്റെ ഭാഗമാണ് അഘോരികൾ. ഇപ്പോൾ ഈ അഘോരികൾ തുണി ഉടുത്തിട്ടില്ല എന്ന് പറയുന്നവർ ജൈന സന്യാസിമാരെ ഇതുപോലെ കളിയാക്കുമോ? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരെ? അല്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ ഒരു സഭ്യമായ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും പലയിടത്തും നോക്കിയാൽ പലതും കാണാൻ സാധിക്കും. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും ഇവർ മിണ്ടത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു വിഷയം ഹരി, അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഈ കോമരത്തിൻ്റെ കാര്യം. അതായത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഒരു പെൺകുട്ടി കോമരം തുള്ളുന്നത് വളരെ ഭക്തിയോടുകൂടി, ആ പെൺകുട്ടിക്ക് പരിസര ബോധമേ ഇല്ല. ഈ പറയുന്ന പോലെ റീൽസിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയോ അല്ല, അത് പൂർണ്ണമായിട്ട് അതിൽ ഭക്തിയിൽ ലയിച്ച് ആ പെൺകുട്ടി കോമരം തുള്ളുകയാണ്. നിരവധി റീൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, പാലക്കാട്ടു നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ എത്രമാത്രം അധിക്ഷേപമാണ് ആ പെൺകുട്ടിക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഉണ്ടായതെന്നറിയോ? ഒരു പ്രത്യേക വിഭാഗക്കാർ, കുറേ പുരോഗമനക്കാർ ഈ പെൺകുട്ടി ജീവിതം നശിപ്പിക്കുകയാണ്, ഇവൾക്ക് മാനസിക രോഗമാണ്. അതായത് വേറൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ ഇതുപോലെ സൈബർ അധിക്ഷേപം നടത്തിയാൽ ഉണർന്നെഴുന്നേക്കേണ്ട അല്ലെങ്കിൽ വലിയ കോലാഹലം ഉണ്ടാക്കേണ്ട ഒരൊറ്റ ആൾ ഇവിടെ മിണ്ടിയില്ല. ആ പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് അധിക്ഷേപിക്കുകയാണ്. അവൾ ഒന്നുമല്ല, അവളിത് ഒരു കോമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് അവിടെ എത്തുന്നു അല്ലെങ്കിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളാണ്. അവർ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിവാഹിതരുണ്ട്, എല്ലാം ഉണ്ട്. അവർ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. എന്താ ഈ നാട്ടിൽ ഒരാൾക്ക് അങ്ങനെ പോയിട്ട് ദേവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഇതിനു വേണ്ടിയിട്ട് അവർക്ക് സ്വന്തം ശരീരം സമർപ്പിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ചോര ഒഴുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഹറത്തിൻ്റെ ഭാഗമായിട്ട് ഷിയ വിഭാഗങ്ങളിലെ ചെറുപ്പക്കാർ നമ്മൾ എത്രയോ വീഡിയോ കണ്ടിട്ടുണ്ട്. പുറം അടിച്ച് പൊളിച്ച് രക്തം വാർന്ന നിലയിലാണ് പലരെയും കാണാറുള്ളത്. സ്വന്തമായിട്ട് കുരിശ് ചുമക്കുക മാത്രമല്ല, കുരിശിൽ ആണി തറച്ച് കയറുന്ന വിശ്വാസികൾ വേറെയുമുണ്ട്. ഇവർക്ക് ആർക്കും എതിരെ ഒരക്ഷരം മിണ്ടില്ല. ഇതൊരെണ്ണം കണ്ടപ്പോഴേക്കും ഇത് വലിയ പ്രശ്നമാണ്, കേരളം എങ്ങോട്ടാണ് പോകുന്നത്, കേരളം തിരിച്ചു പോവുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരു ഇതാക്കുക. ഹിന്ദുക്കൾക്ക് നേരെ എന്തുമാകാം, ഇത് വളരെ കൃത്യമാണ്. അത് രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും ഇപ്പോൾ സൈബർ ഇടങ്ങളിലായാലും ഇത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഹരി ഈ പറഞ്ഞ വിഷയം പറഞ്ഞതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് നേരെയുള്ള അധിക്ഷേപത്തിനെതിരെ ഇവിടെ വനിതാ കമ്മീഷനും ഇല്ല, ഇവിടെ ഒരു കമ്മീഷനും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല പറയാൻ. കാരണം ആ പെൺകുട്ടി കൊടുങ്ങല്ലൂർ ഭരണിക്ക് ദേവിയുടെ മുമ്പിൽ കോമരം തുള്ളിയ പെൺകുട്ടിയാണ്. വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ ആ പെൺകുട്ടിയെ സഹായിക്കാൻ, ഇവിടെ മോണോലിസയെ സഹായിക്കാനായിട്ട് ചാടി ഇറങ്ങിയവരൊക്കെ ഇറങ്ങിയേനെ. പക്ഷേ ഈ പെൺകുട്ടി ഹിന്ദുവായിപ്പോയി അല്ലെങ്കിൽ ഒരു ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമായിപ്പോയി. അതുകൊണ്ട് അതിനുവേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാളും ഇല്ല. തീർച്ചയായിട്ടും ഈ ഫ്രീ ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ, ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പകുത്തു കൊടുത്തിട്ടുള്ള ഒരു ഭരണഘടനാ അനുച്ഛേദമല്ല. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ആർ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിനെ അവഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് MLA-മാർ പോകുന്നു എന്നുള്ളതാണ്. അതായത് ആ തീർത്ഥാടന കേന്ദ്രത്തെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ഹിന്ദു MLA ഉണ്ടാകണം. അങ്ങനെ പറയുന്നതിൽ എന്താണ്, അതായത് ഇങ്ങനെ അവഗണിക്കുന്നു. അത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ഇപ്പോൾ അവഗണിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നായിരിക്കാം അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാൻ ഇന്നലെ ശ്രീ കരമന ജൈനുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു, അദ്ദേഹവുമായിട്ടൊരു സംഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു പോയിൻ്റാണ് എനിക്ക് ഈ ഹിന്ദു MLA ഗുരുവായൂർ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ഈ നിറപുത്തരിക്ക് കതിര് കൊണ്ട് ശ്രീപത്മനാഭന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്.
സാധാരണ നഗരപിതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ മേയറാണ് ഇതുകൊണ്ട് സമർപ്പിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പ് ഉള്ള വർഷങ്ങളിലും ഇവിടെ മേയറായിരുന്ന CPMൻ്റെ നേതാവ് ആര്യ എന്ന് പറയുന്ന വ്യക്തി അവരാണ് അത് കൊണ്ട് സമർപ്പിക്കേണ്ടത്. ഇത് മേടിക്കേണ്ടത് ഭരണസമിതി അംഗം എന്ന നിലയിൽ ശ്രീ കരമന ജയനാണ്. അദ്ദേഹം വളരെ ദുഃഖത്തോടാണ് എന്നോട് പറഞ്ഞത്. അത് ആ ഇൻ്റർവ്യൂ നമ്മുടെ തത്തുമയിലുണ്ട്. അദ്ദേഹം വളരെ ദുഃഖത്തോടാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. അതായത് ഒരു പരിഹാസഭാവത്തോടുകൂടി തമിഴ്നാട്ടിൽ നിന്നോ എവിടുന്നോ കൊണ്ടുവന്ന നെൽക്കതിര് അവിടെ ഇങ്ങനെ മേശപ്പുറത്തുണ്ടാവും, അതെടുത്ത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ തരും, അതിങ്ങനെ നമ്മൾ മേടിക്കും. ഇത് മേടിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു ഒരു വിശ്വാസിയായ ഒരു മേയർ അടുത്ത വർഷമെങ്കിലും നെൽക്കതിര് തരാൻ ഉണ്ടാകണേ എന്ന്. അതിപ്പോൾ ഈ വർഷം ഉണ്ടായി എന്ന് മാത്രമല്ല, ശ്രീ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നല്ല, തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് തന്നെ ഈ പറയുന്ന നെൽക്കതിർ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ വയലുണ്ടാക്കാനുള്ള സംവിധാനം നടക്കുകയാണ്. അതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുക്കൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. അതുകൊണ്ടാണ് ഇവർ വീണ്ടും അധിക്ഷേപം ഇത്തരം വിഷയങ്ങളിൽ ഉയർത്തുന്നത്. പക്ഷേ ഈ അധിക്ഷേപം ഉയർത്തും തോറും ജനങ്ങൾക്ക് മറുവശത്ത് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ബോധ്യം വരികയാണ്. അതെ, തീർച്ചയായും. അത് ഇത്തരത്തിൽ ഇപ്പോൾ B. ഗോപാലകൃഷ്ണൻ ഇത് പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും എങ്ങനെയെങ്കിലും മറുഭാഗത്ത് നിന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ SDPയെ മുൻനിർത്തി നേരത്തെ PDP അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ VS അച്യുതാനന്ദൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും വിസമ്മതിച്ച പിണറായി വിജയൻ മുട്ടിടിച്ചു മാതിരി കയറി സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു മടിയുമില്ലാത്ത, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇമാം വരുമ്പോഴത്തേക്കും മുട്ടിടിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തേ ഈ ഹിന്ദുവിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളോട് മാത്രം ഇത്രയധികം അതൃപ്തി എന്നുള്ളതാണ് ഏറ്റവും കാലകാലങ്ങളായി തുടരുന്നതാണ്. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഹരി പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് പറയുന്നത് മറ്റൊരു അബദ്ധധാരണയാണ്. കാരണം സാധാരണക്കാർ, ഈ രാഷ്ട്രീയക്കാർക്കും ഈ പറയുന്ന ചില സംഘടനകളുടെ നേതാക്കന്മാർക്കും ഉള്ള വർഗീയതയൊന്നും സാധാരണ ജനങ്ങൾക്കില്ല. നിങ്ങൾ ശബരിമല കേസെടുക്കുക. ഇപ്പോൾ ശബരിമലയിൽ ലിംഗസമത്വം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ പ്രകടനമൊക്കെ നടത്തിയപ്പോൾ മുസ്ലിം മതവേഷമൊക്കെ ധരിച്ചവരും പോലും ഇതിൽ പങ്കെടുത്തു. നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമാകുകയും അതിന് ജനങ്ങളുടെ മനസ്സിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ മുസ്ലിങ്ങളും സാധാരണക്കാരായ ക്രിസ്ത്യാനികളും ശബരിമല വിഷയത്തിൽ ഈ സർക്കാരിനൊപ്പമല്ല. നിങ്ങൾ ഹിന്ദുക്കളെയാണ് വേദനിപ്പിക്കുന്നത്, ഹിന്ദു വിശ്വാസികൾക്ക് ഇതുകൊണ്ട് വേദനയുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടാണ് എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ഒരാളും പറയില്ല. അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാത്തവരാണ് ഈ പഴയ കാലത്തെ ഏതോ നൂറ്റാണ്ടിൽ പറയേണ്ട വിഷയങ്ങൾ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച്, അതായത് ഹിന്ദുക്കളെ കുറേ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടും, ന്യൂനപക്ഷത്തിനെതിരായിട്ട് ഇങ്ങനെ അങ്ങ് നെഞ്ചു വിരിച്ച് നിന്നാൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള കളികളൊന്നും ഇനിയും നടക്കില്ല. ഇനിയും നടക്കണമെന്നുണ്ടെങ്കിൽ വികസനം കാണിക്കണം, ഈ നാട്ടിൽ വികസനം കൊണ്ടുവരണം, ഈ നാട്ടിൽ തന്നെ ജീവിച്ച് ഇവിടെ മാന്യമായി ജോലി ചെയ്ത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഒപ്പം വിശ്വാസം, ആചാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ആരുടെയും സംരക്ഷിക്കണം. ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ല തമ്മിലടിപ്പിക്കുന്ന ഈ പഴയ രാഷ്ട്രീയ നെറികേടല്ല. പക്ഷേ ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് ഇത്തരം വിഷയങ്ങളിലുള്ള ഇവരുടെ നിലപാടുകൾ. പ്രത്യേകിച്ച് ശിവൻകുട്ടി പറയുകയാണ്, അഘോരികൾ വന്നു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ പേടിക്കുമെന്ന്. ഒരു കാറയിൽ 4 സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ അവരെ ആക്ഷേപിക്കുകയാണ്. ഒരാൾ നേരത്തെ പൂജാരി തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അടിവസ്ത്രം നമ്മൾ നോക്കും, അടിവസ്ത്രമാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ ഒരാവശ്യവുമില്ലാത്ത അധിക്ഷേപങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗതികേടിലേക്കാണ് ഈ രാഷ്ട്രീയം പോകുന്നത്. പക്ഷേ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. കാരണം നന്ദഗോവിന്ദൻ ഭജൻസ്, ഇനി ഇതേപോലുള്ള സന്യാസി വര്യന്മാർ ഇങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള, അവർക്ക് തോന്നുന്നുണ്ട്, കാരണം ഈ ഒരു ഇൻക്ലിനേഷൻ നടക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് വിശ്വാസ പദ്ധതികളിലേക്ക് ജെൻസി കിഡ്സ് അടക്കം ആകൃഷ്ടരാകുന്നുള്ള ഒരു തോന്നൽ നിന്നാണ്. ഭയമായിരിക്കാം ആ ഒരു ഭയത്തിൽ നിന്നാണിത്. എന്തായാലും RP നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതേതര കേരളം എന്ന് തന്നെ പറയാം. ആ അർത്ഥത്തിൽ
മറ്റു മത ഇതര വിശ്വാസികൾ ആരും തന്നെ ഇതിനെ എതിർക്കുന്നവരല്ല. ഇവർ മനഃപൂർവ്വം അത്തരത്തിലൊരു ഹാലൂസിനേഷൻ, അത്തരത്തിലുള്ള ഒരു ഭ്രാന്ത് ആൾക്കാർക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്തായാലും അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. വികസനത്തിന് വേണ്ടിയിട്ട് കേരളം ഒരുമിക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.